കുറേ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് പുതിയൊരു വ്ളോഗ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ കുറേ ദിവസം മീൻസ് ഒരു 1-2 ആഴ്ച മുൻപ് വരെ കൃത്യമായിട്ട് ഷോർട്സും വീഡിയോസും വ്ളോഗ്സ് അങ്ങനെ ഇട്ടിട്ട് വന്നുകൊണ്ട് ഒരു ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു സംഭവം പറ്റിപ്പോയത്. അപ്പം ഞാൻ എല്ലാത്തിലും ഒന്ന് ഇൻസ്റ്റാഗ്രാമിലേക്കോട്ടെ യൂട്യൂബിലേക്കോട്ടെ ആക്റ്റീവായി വരികയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫോണിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് പറ്റി, അങ്ങനെ ആയിപ്പോയി. ഞാനിപ്പോൾ ചെന്നൈയിലാണുള്ളത്. നമ്മൾ ചെന്നൈയിൽ വരുന്ന ഷോർട്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൽ വന്ന് 2 ദിവസം വരെ പോകുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു ദിവസം രാത്രി ചാർജിലിട്ടിട്ട് സ്വിച്ച് ഓഫ് ആയിട്ടില്ല എന്നതിന് മുമ്പ് ചാർജിലിട്ടിട്ട് കടന്നപ്പോൾ ഫോൺ ഓഫായിപ്പോയി. പിന്നെ ഇതുവരെ ഓണായിട്ടില്ല, കുറേ നോക്കി. അപ്പോൾ പുതിയൊരു ഫോൺ വാങ്ങാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം ആ ഫോൺ എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റുള്ള ഫോണാണ്, ഭയങ്കര ഇഷ്ടമുള്ള ഫോണാണ്. കാരണം അതിൻ്റെ അകത്ത് വീഡിയോസും വ്ളോഗ്സും എല്ലാം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. വലിയ കുഴപ്പമൊന്നുമില്ല, വീഡിയോക്ക് ഒന്നും കുഴപ്പമില്ല. ഫോണ് 2-3 പ്രാവശ്യം സർവീസ് ചെയ്തു ഓൾറെഡി, ഡിസ്പ്ലേ ഒക്കെ മാറ്റി. എന്നിട്ട് ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ പോയി പിന്നെ അതിന് മുകളിൽ പൈസകളൊക്കെ ഭയങ്കര നഷ്ടമായിരിക്കും. അത് കരയുന്നുണ്ട്. ഒരു ഞാൻ പറയാം, എനിക്ക് നാണമാണ് ഗൈസ്. അപ്പം പറഞ്ഞു തന്നത്, ആ ഫോണിന് ഇനിയിപ്പം കുറേ സർവീസ് നടത്തി. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് മേലെ പിന്നെയും പണിത് കഴിഞ്ഞാൽ പൈസ ചിലവല്ലാണ്ട് വേറെ ഗുണമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് പറഞ്ഞ പോലെ തന്നെ ആ ഫോണിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പം വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ പുതിയൊരു ഫോൺ വാങ്ങി ഗൈസ്. അപ്പോൾ അതിന് അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ട് ഇനി ഇത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം എനിക്കിപ്പം ഫോണ് ടെമ്പറേച്ചർ അല്ലാണ്ട് യൂസ് ചെയ്യാനും ഫോണില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് പുതിയ ഫോൺ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് അമ്മേൻ്റെ പഴയ ഫോണിൽ സിം ഇട്ടിട്ടുള്ളത്, അതിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ ടവാകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ അൺബോക്സിങ് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെയും ചാനലൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൃത്യമായിട്ട് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുമെന്ന്. കുറേ വീഡിയോസ് ഞാൻ അതിനകത്ത് മറ്റേ ഫോണിലെടുത്തിട്ട് അത് ഓണായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് മാത്രം എടുത്തിടാം. അപ്പോൾ ഞാൻ ഇവരൊന്ന് സെറ്റാക്കിയിട്ട് വരുന്നു, അത് കഴിഞ്ഞ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം ചെറുങ്ങനൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എനിക്കറിയുമെന്ന് അറിയില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേഗം ഒന്ന് പുതിയ ഫോൺ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ട്, നേരത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയപ്പോൾ മനസ്സിലായി സൗണ്ട് ഭയങ്കര എക്കോ അടിക്കുന്നുണ്ടാകും. കാരണം റൂമിൽ ഭയങ്കര എക്കോ ആണ്, വേറെ രക്ഷയില്ല, വേറെ എവിടെ പോയി എടുക്കാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ തക്കാലത്ത് കിട്ടുന്ന ഫോണിന് ചാർജൊക്കെ ഊരിക്കഴിഞ്ഞാൽ ഫോണ് ഓഫായി പോകും, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചാർജ് ഇവിടെ കുത്താൻ പറ്റുള്ളൂ, നമ്മുടെ കുത്തിയിട്ട് ലൈറ്റുള്ള സ്ഥലം ഇവിടെയാണ്, അതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം നോക്കാം. ഞാൻ എടുത്തിട്ടുള്ള ഫോണ് മോട്ടോയുടെ എഡ്ജ് 15 Pro എന്ന് പറഞ്ഞ ഫോണാണ്. മോട്ടോറോളയുടെ കണ്ടോ ഇതാണ് ഫോണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ ഭയങ്കര നല്ല മണമാണ്. അതാണ് ഏറ്റവും ഫസ്റ്റത്തെ പോയിന്റ്. ഇത് ഞാൻ കുറേ സെർച്ച് ചെയ്ത് എന്തെടുക്കും. കാരണം പെട്ടെന്നാണല്ലോ, ഒരു ദിവസം കൊണ്ടല്ല, ഇന്നലെ ഓർഡർ ചെയ്ത് ഇന്ന് ഫോൺ വന്നു, അങ്ങനെ ഒരു 3 ദിവസത്തെ പ്ലാൻ ചെയ്യാം. കാരണം എന്തെങ്കിലും ഇവിടെ ഫോൺ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്നായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പം അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്ത് വാങ്ങിയാണ്, നല്ലതായിരിക്കും വിചാരിക്കുന്നു. അതെങ്ങനെ പറയേണ്ടത്, ഈ കവറ് പൊട്ടിക്കുമ്പോൾ തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുള്ളത്. കവറ് പൊട്ടിക്കുമ്പോൾ തന്നെ ഭയങ്കര നല്ല മണമാണ്, സൂപ്പറാണ്, പെർഫ്യൂമിൻ്റെ മണമാണ്. അപ്പോൾ ഇതാണ് ഫോൺ, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കി, കാരണം മുമ്പേ ഷോർട്സ് ഇടേണ്ടതുകൊണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ ഓരോ സംഭവങ്ങൾ എടുത്ത് കാണിക്കാം. ആദ്യം തന്നെ വരുന്നത്, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സ്ക്രീൻ കാർഡ് ജസ്റ്റ് ഒരു ഷീറ്റ് പോലെ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ അതേ വരുന്നുള്ളൂ. എന്നാലൊരു സ്ക്രീൻ കാർഡിൻ്റെ ഫോണിൻ്റെ കേസ് ഉണ്ട്, അതാണ് മെയിനായിട്ടുള്ള സംഭവം. പിന്നെ മറ്റേ സിം ഇടുന്ന സ്ലോട്ട് കിട്ടുന്ന സാധനം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്ക്രീൻ ഗാർഡ്, കണ്ടോ, ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ പോലെ. പിന്നെയുള്ളത് കേസാണ്, അതിന് ലാവെൻഡർ കളറാണ്, ഈ കളർ ഫോണിനും ഇത് ആണ് മെയിനായിട്ട് ഹൈലൈറ്റ്, നല്ല കളറാണ്, സൂപ്പർ. അപ്പം പിന്നെ ഇതിൻ്റെ സർവീസ് കാർഡ് കാര്യങ്ങൾ. ഇനിയാണ് നമ്മുടെ ഫോൺ വരുന്നത്. അയ്യോ എക്സൈറ്റ്. അപ്പോൾ ഫോണ് നമുക്ക് നോക്കാം. ഇതാണ് ഫോണ്. അയ്യോ, ഞാൻ ഓൾറെഡി ഫോൺ നോക്കിയായിരുന്നു. ഇതാണ് ഫോൺ വരുന്നത്. മോട്ടോയുടെ എഡ്ജ് 15 Pro ആണ് ഫോണ്. ഇത് നല്ല മണം, നല്ല പെർഫ്യൂമിൻ്റെ മണമാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഓണാക്കാം.
അങ്ങോട്ട്. അപ്പം ഇതാണ് ഗായ്സ് എൻ്റെ ന്യൂ ഫോൺ. എങ്ങനെയുണ്ട്? നിങ്ങൾക്കെല്ലാവർക്കും ഈ ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണം. കാരണം എന്നെ 2-3 പ്രാവശ്യം ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു, അങ്ങനെ ഞാനിത് എടുത്തത്. അപ്പം നമുക്കിനി അടുത്തത് ചാർജറാണ്. ഫാസ്റ്റ് ചാർജിങ് ആണ്. ജസ്റ്റ് ചാർജർ വരുന്നുണ്ട്. പിന്നെ എൻ്റെ കണക്ടറും 2 സൈഡ് സി ടൈപ്പ് ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. അതെ, 2 സൈഡ് സി. അതിൻ്റെ മുന്നത്തെ ഫോൺ തന്നെയായിരുന്നു. എന്തിനു പണം നല്ല പോണം, നല്ല പെർഫ്യൂമിൻ്റെ നല്ല മണമുണ്ട്. അപ്പം അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ പുതിയ ഫോൺ വന്ന സ്ഥിതിക്ക് ഇനി മുതൽ നമ്മൾ ഷോർട്സ് വീഡിയോസ് എല്ലാവർക്കും ആക്റ്റീവ് ആകും. എൻ്റെ പഴയ ഫോണിൽ വീഡിയോസൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. 2-3 വ്ലോഗ് എടുത്ത് വെച്ചിരുന്നത് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. അപ്പോൾ കുഴപ്പമില്ല, ആദ്യം ചെറിയൊരു കഫ് ഉണ്ട്, അതുകൊണ്ടാണ് ചുമച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇനി മുതൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തു നമുക്ക് സെറ്റാക്കി എടുക്കാം ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ.